Was it the voice? Was it the fire burning in me? All of the noise turned into quiet. ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് iQOO എന്ന കമ്പനി പുറത്തുവിട്ട iQOO Z5 5G എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് ബേസ്ഡായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് iQOO Z5 എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് iQOO Z5 പറ്റിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കിടക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചുള്ള HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു iQOO Z5 സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. മാത്രമല്ല ഒരു പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതായത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എക്സാക്റ്റ് അത് തന്നെ മറ്റൊരു പേരിലാണ് പാൻഡ ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്ന പേരിലാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിളിലും മറ്റ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴും ഇതിൽ തമ്മിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഈ പാൻഡ ഗ്ലാസും ഗൊറില്ല ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവിൽ ഇത് തമ്മിൽ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. സെയിം ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 193 ഗ്രാമാണ്. അപ്പോൾ വെയ്റ്റ്ലെസ് ആണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം വെയ്റ്റ്ലെസ് ഒക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു 5 ഹോൾ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. ഏകദേശം 16 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. മാത്രമല്ല ഇത് HDR സപ്പോർട്ടാണ്. വിത്ത് നമുക്ക് വീഡിയോസൊക്കെ 1080pയിൽ 30 ഫ്രെയിം റേറ്റ് സെക്കൻഡിലൊക്കെ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഫോണിൻ്റെ ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചുള്ളൊരു ബാക്കാണ്. അതും ജസ്റ്റ് സ്മൂത്തായിട്ടുള്ളൊരു ബാക്ക് സൈഡാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടി തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ് നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും മൂന്നാമതായി വരുന്നത് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ആണ്. അപ്പോൾ ഈ 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ LED ഫ്ലാഷും അവിടെ കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സൽ ഉപയോഗിച്ച് നമുക്ക് വീഡിയോസൊക്കെ 4K 30 or 60 FPS എടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോസൊക്കെ. പക്ഷേ ഞാൻ ഒത്തിരി പേരിൽ നിന്നും അറിഞ്ഞത് 4Kയിൽ 60 FPS സപ്പോർട്ടഡ് അല്ല, 30 FPS മാത്രമേ സപ്പോർട്ടഡ് ആവത്തുള്ളൂ എന്നാണ്. മാത്രമല്ല 1080pയിൽ ഈ 30ഉം അതോടൊപ്പം തന്നെ 60 FPSഉം സപ്പോർട്ടഡ് ആണ്. സോ ഫ്രണ്ട്സിൻ്റെ മേജർ പാർട്ടിലേക്ക് വരികയാണ്, അതായത് പ്രോസസ്സർ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 778G 5G എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഇതൊരു 5G ഫോണാണ്. അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡിൻ്റെ 11 ആണ് വെർഷൻ വന്നിരിക്കുന്നത്. OS വന്നിരിക്കുന്നത് ഫൺ ടച്ച് 12 ആണ്. അതോടൊപ്പം തന്നെ GPU CPU സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ CPU വരുന്നത് ഒക്ടാ കോറും GPU വരുന്നത് അഡ്രീനോ 642Lഉമാണ്. സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വന്നിരിക്കുന്ന ഡിസ്പ്ലേയിലല്ല, നമുക്ക് ജസ്റ്റ് സൈഡ് മൗണ്ടനായിട്ടാണ് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ലതായിട്ടുണ്ട്. നമ്മളിപ്പോൾ അല്ലാതെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോൺ ഓൺ ആക്കി ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ലോക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ലോക്ക് അൺലോക്ക് ആവുകയും ഹോം സ്ക്രീനിലേക്ക് നമുക്ക് പോവുകയും ചെയ്യുന്നതാണ്. ബാറ്ററി സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. കൂടാതെ USB Type-C വിത്ത് 44 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഏകദേശം 1% മുതൽ 50% വരെ ആകാൻ ഏകദേശം 30 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഒരു 35 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ഫോണിൽ ഡുവൽ സ്പീക്കർ സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സിമ്മൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഫോണിൻ്റെ സൈഡിലല്ല, ഏറ്റവും താഴെയായിട്ടുള്ള സ്പീക്കർ സെക്ഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സിം ഇടാനുള്ള സ്ഥലം വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ സിം എന്ന് പറയുന്നത് 2 നാനോ സിമ്മുകൾ ഇടാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അത് സ്റ്റോറേജ് ഒത്തിരി ആവശ്യമുള്ളവർക്ക് അതൊരു പ്രശ്നമായിരിക്കും. എങ്കിൽ കൂടി നമുക്ക് ബേസായിട്ടുള്ളൊരു സ്റ്റോറേജ് വേരിയൻ്റ് ഈ ഫോണിൽ വരുന്നതെന്ന് വെച്ചാൽ 128 GB ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മെമ്മറി ഇഷ്യൂ വരാം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇടാൻ ഇല്ലെങ്കിൽ പോലും നമുക്കതൊരു വലിയ
പ്രശ്നമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. 3.5mm ജാക്ക് ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 650 നിറ്റ്സ് ആണ് എൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഗെയിമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് 4D വൈബ്രേഷൻ, അതായത് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് വെടിവെക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഗെയിംസൊക്കെ വേറെ കാർ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്തായാലും നമുക്ക് ആ ഒരു ഗെയിമിൽ കറക്റ്റ് നമ്മൾ ആ ഒരു റിയൽ വേൾഡിൽ നിൽക്കുന്ന ഒരു പോലെ നമുക്ക് തോന്നുന്നതാണ് 4D വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ടഡ് ആണ്. ഗെയിമിംഗ് മോഡുകളുണ്ട്, അതായത് ഒന്ന് ലോ, പിന്നെ ബാലൻസ്ഡ്, പിന്നെ പ്രോ. അപ്പോൾ ഓരോ മോഡിലേക്കും സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാനും അതോടൊപ്പം തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. സ്മൂത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൽ നല്ല സ്മൂത്ത്നെസ് ആണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട്, നല്ല സ്മൂത്തെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗെയിമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസിംഗ് ആണ്. അപ്പോൾ 2 വേരിയൻറ്റിലാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 8 GB റാം വിത്ത് 128 GB റോം വരുന്ന സമയത്ത് 24,000 രൂപയും 12 GB റാം 256 GB റോമിന് 27,000 രൂപ ആണ്. അപ്പോൾ UFS 3.1 സ്റ്റോറേജ് ഫെസിലിറ്റിയോടുകൂടി തന്നെയാണ് ഫോണിൻ്റെ റാം വർക്ക് ചെയ്യുന്നത്. പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബെൽ നോട്ടിഫിക്കേഷൻ ഓളാക്കി വെക്കുക. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റു വ്യൂവേഴ്സ് കാണുമ്പോൾ അവരിതുപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് നോക്കി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടെക് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.